ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചീസ് ഗാർലിക് ടോസ്റ്റാണ്. വളരെ എളുപ്പമാണ് ചെയ്യാൻ, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. അത് നമുക്ക് തവയിലിട്ടും അതല്ലാതെ നമ്മൾ സാധാരണ ടോസ്റ്റ് വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാം. പല രീതിയിൽ നമ്മൾ എടുത്തിരിക്കുന്നത് സാൻഡ്വിച്ച് സൈസായിട്ടുള്ള ബ്രെഡുകൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് 6 എണ്ണം നമ്മൾ 2 എണ്ണം സിംഗിളായിട്ട് ഉണ്ടാക്കി നോക്കും, നമ്മൾ 2 എണ്ണം ഡബിളായിട്ട് ഉണ്ടാക്കി നോക്കും. അപ്പോൾ അതിനകത്ത് ഏതാണ് നല്ലതെന്നും അത് ഒന്ന് നമ്മൾ തവയിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സിംഗിളായിട്ടും ഡബിളായിട്ടും നമുക്ക് തവ വെച്ച് ഉണ്ടാക്കി നോക്കാം. അതേപോലെ തന്നെ ടോസ്റ്റ് വെച്ച് നമുക്ക് സിംഗിളായിട്ടും ഡബിളായിട്ടും ഉണ്ടാക്കി വെച്ച് നോക്കാം. ആദ്യമേ തന്നെ കുത്തിലേക്ക് ബട്ടർ തേക്കാം. ബട്ടർ തേക്കുമ്പോൾ എല്ലായിടത്തും നന്നായിട്ട് പറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് എല്ലാവർക്കും ഒരേപോലെ നമുക്ക് ചീസ് ഇടുന്നു. അതിന് മുകളിൽ നമുക്ക് ഗാർലിക് ഇടാവുന്നതാണ്. ഒരു ടോസ്റ്റിന് ഒരു ഗാർലിക് വെച്ച് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കുമേ. ഇതിലേക്ക് സ്വല്പം ഗ്രീൻ ചില്ലി അരിഞ്ഞിടാം. ഏത് ചില്ലിയാണെന്ന് വെച്ചാൽ നമുക്ക് ആ ചില്ലി ഇടാം. ഞാൻ അതൊക്കെ ഒരെണ്ണം ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് നോക്കുവാണെന്ന് ഒരു ചിലപ്പിനോസ് ഇട്ട് കൊടുത്ത് നോക്കാം. 1 2 ചില്ലി കഴിക്കുന്നവരാണ് കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് എല്ലാത്തിനകത്തേക്കും റെഡ് ഫ്ലേക്സ് ഇരിച്ചിട്ടേക്കാം. കാരണം കാണാനൊരു ഭംഗി, തിന്നുമ്പോൾ ഒരു ചെറിയൊരു പിടുത്തം. ഡബിൾ ടോസ്റ്റ് വെക്കുക. നമുക്കിങ്ങനെ ടോസ്റ്റ് വെച്ച് അങ്ങോട്ട് മറയ്ക്കാം. അതിന് ശേഷം ഇതിൻ്റെ മുകളിലും കൂടെ ബട്ടർ തേച്ച് കൊടുക്കാം. ഇത് നമുക്കതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്കും ഇടുന്നതിന് മുമ്പ് നമ്മളിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണത്. പ്രസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ബട്ടർ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ മറു സൈഡിൽ നമുക്ക് ബട്ടർ അപ്ലൈ ചെയ്യണം, പക്ഷേ നമുക്ക് ടോസ്റ്റിൽ ഇട്ടതിന് ശേഷമാണ് അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കിത് നമ്മുടെ ചൂടാക്കി വെച്ചിരിക്കുന്ന ടോസ്റ്ററിലേക്ക് കൊണ്ടുപോയി തിരിച്ച് വേണം ഇടാൻ. ബട്ടറുള്ള സൈഡ് അടിയിലിടണം. ബട്ടറുള്ള സൈഡ് അടിയിലേക്ക് ഇടുക. മറ്റേ സൈഡിൽ നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. അടുത്ത് നമുക്ക് ഇതിലേക്ക് വെക്കാം. അതിനകത്ത് റോഷൻ മാവിൻ്റെ ചില്ലി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 2 പീസ് ചില്ലിയും കൂടെ നമ്മളിടുന്നു. തവയെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതൊരു ലോ ഫ്ലെയിമിലാണ് തവയിൽ വെക്കുമ്പോൾ ആ സൈഡ് നമ്മൾ നോക്കണം. ഇതിൻ്റെ മുകളിൽ ബട്ടർ സ്വല്പം തേച്ച് കൊടുക്കുക. അതായത് നമ്മളിത് മൂടി വെക്കുന്നു. ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ரொம்ப അടിപൊളിയാണ്. എല്ലാവർക്കും പരീക്ഷ നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒരു സൈഡ് ഏകദേശം ആയപോലെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഏകദേശം ആയെന്ന് തോന്നുന്നു. നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് നോക്കാം. ഒരു 2 മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ. ഇതിൻ്റെ സെൻറ്റർ ഏകദേശം എന്തായിരിക്കും. ഇതിൻ്റെ അത് അത്രയ്ക്ക് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് നേരം കൂടെ ഇരിക്കണം. അതിൻ്റെ അടിയൊന്ന് നോക്കാം നമുക്ക്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. മറ്റേത് നമുക്കൊന്ന് പൊക്കി നോക്കാം. ഇതൊരു സ്വല്പം കൂടെ കിടത്താൻ കുഴപ്പമില്ല, പക്ഷേ ഇതായിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. ഒന്ന് കട്ട് ചെയ്യാം. അടിപൊളിയായിട്ടുണ്ട് സംഭവം. വളരെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. സംഭവം അടിപൊളിയാട്ടോ. That's a pretty decent cut.
so cheesy. ആണോ? Nice and tasty. ആ. Now let me go for the chili. Nice and spicy. This is very tasty. You've got to try this. This is so tasty. Also, please hit that like button down below and hit that notification bell. Yay! താറുട്ടോ? Really good. It's really nice. I like the cheese and the garlic in this, and the crispiness of the bread gives it a nice taste. And it also tell us in the comments how it was and if you liked it. This thing is actually disgusting. I'm joking, it's yum.